ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മ്യാൻമയിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലുള്ള സോഫ സെറ്റ്, ദീവാങ്കോട്ട്, ബെഡ് എന്നിവയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വാക്വം ക്ലീനർ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ സോഫ സെറ്റിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് മേളിലിട്ടിരിക്കുന്ന ഈ കവറൊക്കെ ഒന്ന് ഊരി മാറ്റുകയാണ്. നമ്മുടെ സെറ്റി എന്ന് പറയുന്നത് ഇതേപോലെ സ്റ്റിച്ചിങ് ഒക്കെ വരുന്ന ഒരു ടൈപ്പ് സെറ്റിയാണ്. അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ കുറച്ച് അഴുക്കുകളൊക്കെ കയറിയിട്ടുണ്ടാവും. പിന്നെ വൈറ്റ് കളർ ആയതുകൊണ്ട് ഇതിന് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും ഇതിനകത്തുള്ള അഴുക്കുകളൊക്കെ. ചെറിയ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ അഴുക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കിതൊന്ന് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് 2-3 സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ മോളും കൂടി എന്നെ സഹായിക്കാനായിട്ട് കൂടിയിട്ടുണ്ട്. അതിൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. സോഫ സെറ്റുകൾ പലതരത്തിലുള്ള, ചില സെറ്റുകളുടെയൊക്കെ കവറൊക്കെ നമുക്ക് ഊരി മാറ്റിയിട്ട് കഴുകിയെടുക്കാൻ പറ്റും. എൻ്റേത് അങ്ങനത്തെ അല്ല, എല്ലാം അതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതേപോലെ തുടച്ചെടുക്കാനേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇതേപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതൊന്ന് തൂത്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് തരത്തിലുള്ള ബ്രഷ് ആയാലും കുഴപ്പമില്ല. ഈ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഉള്ളിലൊക്കെ കുറച്ച് പൊടികളൊക്കെ ഇങ്ങനെ കയറി ഇരിപ്പുണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് തൂത്തെടുക്കണം. നമ്മൾ അടിച്ചു വരുന്നതിന് മുമ്പാണെങ്കിൽ നമ്മൾ താഴത്തേക്ക് തൂത്തിട്ടാലും മതി. ഞാൻ എല്ലാം ക്ലീൻ ചെയ്തെടുത്തായിരുന്നു, അതൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഞാനൊരു കോട്ടന്റെ തുണി കൊണ്ട് ഇതിന്റെ ബാക്ക് സൈഡിലൊക്കെ ഉള്ള പൊടികളൊക്കെ ഒന്ന് തൂത്ത് മാറ്റുകയാണ്. അതിൻ്റെ ഈ ഡിസൈനിലൊക്കെ പൊടികളൊക്കെ കയറിയിരിപ്പുണ്ടാവും, അതൊക്കെ ഒന്ന് തൂത്തെടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ കുട്ടികളുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ അവർ ഫുഡൊക്കെ കഴിക്കുന്നത് ചിലപ്പോൾ ഈ സെറ്റീമൊക്കെ വന്നിരുന്നായിരിക്കും. അപ്പം അതിൻ്റെയൊക്കെ വേസ്റ്റുകളൊക്കെ ചാടിയിട്ട് അതിനകത്തൊക്കെ അഴുക്ക് പിടിച്ചിട്ട് ഇരിപ്പുണ്ടാവും. പിന്നെ ചായ, വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാടി അതിലൊക്കെ അഴുക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് ഭിത്തിയോട് ചേർത്താണ് ഞാൻ ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പുറകുവശത്തൊക്കെ ഇങ്ങനെ മാറാമ്പൽ പോലെയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ പിറകിൽ അത്രയ്ക്കൊന്ന് മാറാമ്പലൊന്നും പിടിച്ചിട്ടില്ല. നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് പൊടി തുടച്ചെടുക്കണം. പിന്നെ ഞാനൊരു സൊല്യൂഷൻ തയ്യാറാക്കുന്നുണ്ട് ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിലുള്ള 2-3 സാധനങ്ങൾ മാത്രം മതി. അപ്പം ഞാനൊരു ബക്കറ്റിലേക്ക് ആദ്യം തന്നെ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. 1 സ്പൂൺ ഡിറ്റർജൻറ്റ് ഒഴിക്കുന്നുണ്ട്. ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇല്ലാത്തവർ നമ്മൾ സാധാരണ സോപ്പ് പൊടി യൂസ് ചെയ്താലും മതി. പിന്നെ ഞാൻ കംഫർട്ടും 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡെറ്റോളും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു കോട്ടൻ്റെ ഒരു ടവൽ എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അധികം നനവൊന്നും വേണ്ട, നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിനകത്തൊന്ന് നല്ലപോലെ അമർത്തി തന്നെ തുടച്ചു കൊടുക്കണം. ഇതിനകത്തുള്ള പൊടികളും അഴുക്കുകളൊക്കെ പോരാൻ വേണ്ടിയിട്ട് നല്ലപോലെ അമർത്തി തന്നെ തുടച്ചു കൊടുക്കണം. കൈ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ കോർണറിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതിനകത്തുള്ള ഈ സ്റ്റിച്ച് ചെയ്ത ഗ്യാപ്പിലൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. ചെറിയ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഈ സെറ്റീമൊക്കെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ ചാടി അതിനകത്ത് നല്ലപോലെ അഴുക്ക് പിടിക്കും. പിന്നെ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അതിനകത്ത് കയറിയിരുന്ന് മൂത്രം ഒഴിക്കുകയൊക്കെ ചെയ്യും. അപ്പം അതിനൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധിക്കുന്നതാണ്. നമുക്ക് അതിൻ്റെ ബാഡ് സ്മെല്ല് നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ അറിയാൻ പറ്റില്ല. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു സ്മെല്ല് അവർക്കായിരിക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുക. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സോഫയൊക്കെ നല്ല പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ മോളും കൂടി എന്നെ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല, അവളാണ് അതിൻ്റെ ഈ മരത്തിൻ്റെ ഇവിടെയൊക്കെ ഇല്ല, അത് ഈ സൊല്യൂഷൻ തന്നെ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. എല്ലാ സ്ഥലവും നല്ലപോലെ തുടച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കുകളൊക്കെ കയറിയിരിക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് തുടയ്ക്കുമ്പോൾ തന്നെ അതിന് ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് വർഷത്തിൽ 2-3 പ്രാവശ്യം ഇതേപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇതേപോലെ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ കംഫർട്ട് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലും കൂടി നമുക്കിത് കിട്ടുകയും ചെയ്യും. നമ്മൾ സെറ്റിയിൽ നമ്മൾ കാണുമ്പോൾ അഴുക്കില്ല എങ്കിലും നമ്മൾ തുടച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വെള്ളം കണ്ടില്ലേ, ഇതിനകത്ത് ഇതിൻ്റെ കളറൊക്കെ മാറിയിരിക്കുന്ന കണ്ടില്ലേ. അപ്പം നമ്മുടെ സെറ്റിൽ അത്രയും അഴുക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് തുടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ഒന്നുകൂടെ പിഴിഞ്ഞിട്ട് പിന്നെയൊന്നും തുടച്ചെടുക്കാം. പിന്നെ ഇത് വെയിലത്തിട്ട് ഉണക്കണമെന്നൊന്നുമില്ല, നമ്മൾ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ സോഫ സെറ്റൊക്കെ നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഉണ്ടായ ആ അഴുക്ക് പിടിച്ച പാടൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഇതിൻ്റെ കവറൊക്കെ ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കുഷ്യനും എല്ലാം ഞാൻ വീണ്ടും ഇതുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെറ്റിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ സെറ്റിയൊക്കെ ഒരു പുതിയ പോലെ ഇരിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തന്നെയാണ് നമ്മുടെ ബെഡും ക്ലീൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബെഡിൽ എന്തായാലും കുട്ടികൾ തീരെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ ബെഡിലൊക്കെ മൂത്രമൊക്കെ ആവാറുണ്ട്. അപ്പോൾ അതിനകത്തു നിന്നൊരു ബാഡ് സ്മെല്ലൊക്കെ വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. ഈ ഒരു സൊല്യൂഷൻ തന്നെയാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്. എൻ്റെ ബെഡും വൈറ്റ് കളറാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. നമ്മുടെ ബെഡിൽ ആദ്യം തന്നെ ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ച് കളഞ്ഞിട്ട്, അപ്പോൾ നമുക്ക് ഈ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് ആ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പിഴിഞ്ഞ് നമുക്കിവിടെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം. ഞാൻ എല്ലാ സ്ഥലവും ഇതുപോലെ തുടച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് കംഫർട്ടും ഡെറ്റോളൊക്കെ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് നല്ലൊരു സ്മെല്ല് കിട്ടും. ഈ ബെഡിലേക്കുള്ളൊരു ചീത്ത മണമൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ബെഡൊക്കെ വെയിലത്ത് കൊണ്ടുപോയി ഉണക്കാനൊക്കെ ഭയങ്കര പാടല്ലേ, അതൊക്കെ പൊക്കിക്കൊണ്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ ചെറിയ ഈർപ്പമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല വെയിലുള്ള സമയമാണ് നമ്മൾ ജനലൊക്കെ ഒന്ന് തുറന്നിടാം. അല്ലെങ്കിൽ നമ്മുടെ ഫാൻ ഇട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി കിട്ടും. നമ്മുടെ ബെഡൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബെഡിൽ മൂത്രം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ ആദ്യം തന്നെ ഈ ബെഡിനൊരു കവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു കവർ ഇട്ട് സിബൊക്കെ ഉള്ളൊരു കവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഇതേപോലെ ഒരു ഷീറ്റ് വിരിച്ചു കൊടുക്കുകയാണ്. ബെഡിൽ ഫുള്ളുള്ള ഷീറ്റാണെങ്കിൽ അങ്ങോട്ട് തെന്നി പോവുകയൊന്നുമില്ല. അതിനുശേഷമാണ് ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ബെഡിലൊക്കെ മൂത്രമൊക്കെ ആവുന്നത് തടയാൻ പറ്റും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള സെറ്റിയും ബെഡൊക്കെ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നമ്മൾ കാണുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഇതേപോലെ ഒന്ന് തുടച്ചൊക്കെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് അതിനകത്ത് എത്രത്തോളം അഴുക്കുണ്ടെന്ന്. ഇത് നമുക്ക് വർഷത്തിൽ 1-2 പ്രാവശ്യം തന്നെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെറ്റിയും ബെഡൊക്കെ നല്ല പുതിയതുപോലെ ഇരിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.